ഇന്ത്യയിലെ നിരോധിക്കേണ്ട സിനിമയാണിത്. ലോകത്തൊരിടത്തും ഈ സിനിമ കാണിക്കാൻ പാടില്ല. കാരണം മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും വിമർശനങ്ങളും ചൊറിച്ചിലുകളും ഒക്കെ ഇവിടെ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അത് നമ്മുടെ മുൻ SP ആയിട്ടുള്ള ജോർജ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, എന്താണ് പ്രൈം മിനിസ് എന്തെന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അപ്പൊ ആ ചാനലിനകത്തൂടെ ഇരുന്ന് ഈ ഒരു സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്നതാണ് ആ ഒരു വീഡിയോ. എന്റെ സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിക്കണം, അതുകൂടാതെ ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് ഞാനും കരുതി. അതോടൊപ്പം തന്നെ ഈ ജോർജ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി വേറൊരു ശാന്തിവള ദിനേശൻ, നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറെ പേർക്കൊക്കെ. ഈ എണ്ണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പൊ എന്തായാലും ഈ സിനിമയോട് എന്താണ് ആളുകൾക്ക്, കുറെ പേർക്ക്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് അതിനകത്ത് പോകുന്നതിനെ പറ്റി ഇതും കൂടെ ഒന്ന് പറയണമല്ലോ. അത് വേറൊന്നുമല്ല, ഈ ജോർജ് ജോസഫ് എന്ന് പറയുന്ന മുൻ SP പ്രായം അതും കൂടെ നമ്മളൊന്ന് കണക്കാക്കണം. കുറച്ച് ഏജ് ആയല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെതായിട്ടുള്ള എന്താണ് ഇപ്പോഴത്തെ പുതുതലമുറയിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ വരുന്ന കുറെ സിനിമകളൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് ദഹിക്കില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതും പറഞ്ഞ് ഒരു സിനിമ റിലീസായി ഇത്രയ്ക്കും ഹൈപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ, മലയാളം സിനിമ, അത് തമിഴിൽ പോയി, തെലുങ്കിൽ പോയി, ഹിന്ദിയിൽ പോയി, ഇതാ ഇപ്പൊ അങ്ങ് പുറത്തേക്കൊക്കെ അങ്ങോട്ട് പോവുക, ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തുന്ന ഒരു സിനിമയെ തകർക്കാൻ നോക്കരുത് ചേട്ടാ. അത് വളരെ വളരെ മോശമാണ്. മലയാളം സിനിമയോട് നമ്മൾ ചെയ്യുന്നൊരു ദ്രോഹമായി പോകുന്നത്. നിങ്ങൾ ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോട്ടെ, ഇവിടുത്തെ നിയമത്തിൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുന്നേ. ഇല്ലെങ്കിൽ ഇവിടെ കോടതി ഉണ്ടല്ലോ, ഇവിടെ പല പ്രശ്നങ്ങളും വരുമ്പോൾ നേരിട്ട് കോടതി ഇടപെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ, ഇല്ലെങ്കിൽ ഇത് ഇത്ര വലിയൊരു ഇല്ലീഗലായിട്ടാണ് ഈ സിനിമ, ഇതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്ത ആളുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ ഇതിന്റെ പ്രദർശനമൊക്കെ നിർത്തിയേനെ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ചേട്ടാ. അപ്പൊ പിന്നെ വെറുതെ വന്ന് ഒരു സിനിമയെ നശിപ്പിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കുത്തിരിപ്പുകൾ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ അണ്ണന്റെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം. മുൻ SP സാറേ, ക്ഷമിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പറയാനുള്ളത് നമുക്കും പറയാലോ, അതുകൊണ്ട് അങ്ങ് പറയുകയാണേ. കാണാം. മാർക്കോ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. അതിക്രൂരമായ വയലൻസ് നിറഞ്ഞ ഒരു സിനിമ. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് സംശയം. പിന്നെ A സർട്ടിഫിക്കറ്റ് അല്ലാതെ ഈ സിനിമയ്ക്ക് B സർട്ടിഫിക്കറ്റ് ആണോ സാറിനെ കൊടുക്കണ്ടേ? അതോ CO, EO, DO, FO അങ്ങനെ എന്തെങ്കിലും ആണോ കൊടുക്കേണ്ടത്? മാന്യമായിട്ട് A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് സാറിന്റെ പ്രശ്നം? ഇന്ത്യയിലെ നിരോധിക്കേണ്ട സിനിമയാണിത്. ലോകത്തൊരിടത്തും ഈ സിനിമ കാണിക്കാൻ പാടില്ല. കാരണം ഇതിനകത്ത് കാണിക്കുന്നത് ഭയാനകമായ വയലൻസ് രംഗങ്ങളാണ്. A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലെങ്കിലും തിയേറ്റർ മുതൽ കുട്ടികളാണ്. 18 വയസ്സായാലും ശരി, മുതിർന്ന ആൾക്കാരായാലും ശരി, അവർ പോലും കാണാൻ പാടില്ലാത്ത സിനിമ തന്നെ. അത്ര ക്രൂരമായ മനുഷ്യത്വരഹിതമായ വയലൻസ് കാണിക്കുന്ന സിനിമ. സാറേ, വളരെ ബഹുമാനത്തോടു കൂടി ഞാനൊരു കാര്യം പറയുകയാണ്. സാറ് മുൻ SP ആയിരുന്നല്ലോ. സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ അവര് വേണം ഇതിനൊരു അവര് വേണം അതിന് പറയുക, ഒരു വാക്കുണ്ടല്ലോ, കുറച്ചും കൂടെ മുൻകരുതൽ എടുക്കാൻ. അതായത് പോലീസുകാർ പറ്റുമോ, അല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓരോ തിയേറ്ററിലൂടെ പോലീസുകാർ പോയി നിന്ന് തിയേറ്ററിൽ ആൾക്കാർ കയറുമ്പോഴത്തേക്ക് നോക്കണം 18 വയസ്സിനുള്ള മേളിലുള്ള കുട്ടികളാണോ കയറുന്നത്, അതോ താഴെയുള്ള പിള്ളേരൊക്കെ കയറുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അല്ല, അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം. ഇല്ലെങ്കിൽ ഓരോ തിയേറ്ററിലും ഒരാളെ ഇങ്ങനെ പറഞ്ഞ് തിയേറ്റർ ഉടമകളുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഒരു മുൻകരുതൽ എടുക്കുക. ഒരാൾ നിൽക്കണം ഇങ്ങനെ നോക്കാനായിട്ട്, ID പ്രൂഫ് എന്തെങ്കിലും നോക്കിയിട്ടേ കയറ്റാവൂ കുട്ടികളെ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നിർത്തുക. അതിനകത്തൊരു ന്യായമുണ്ട് നിങ്ങൾ പറയുന്നതിനകത്ത്. ഓക്കെ, ഇവിടെ പിള്ളേരൊക്കെ കാണുന്നുണ്ടായിരിക്കുന്നല്ലേ, പടം ഉണ്ടായിരിക്കും. ഇവിടെ പിള്ളേർ തന്നെ 15 വയസ്സുള്ള പിള്ളേരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു പടം ഇറങ്ങിയ സമയത്ത്. ഒച്ചമ്പകളോ പിള്ളേർക്ക് കണ്ടേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു. ഇപ്പം ഇടിച്ചു കുത്തി കയറുന്ന പിള്ളേരെ വലിച്ചു പുറത്തേക്ക് എറിയാൻ പറ്റുമോ? അല്ല, എനിക്കറിയത്തില്ല. പിന്നെ സാറി പറയുന്നത് പടം അങ്ങ് പൊക്കോണ്ടിരിക്കുക സാറേ. അതിന്റെ ഇടയ്ക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാറ് സിനിമകളെ പറ്റി സാറിന് അറിയാത്തോണ്ടായിരിക്കാം, മലയാളത്തിലൊരു സിനിമ സാറ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഇതൊന്നും അല്ല, അങ്ങോട്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് സാറേ. നെറ്റ്ഫ്ലിക്സിലൊക്കെ പറ്റുമെങ്കിൽ സാറൊന്ന് നോക്കണം കയറി. പോസ്റ്റ്മോർട്ടം വീഡിയോസ് ഒന്നും അല്ല, കയറി സിനിമകൾ സെർച്ച് ചെയ്യുക. സിനിമകളുണ്ട്, മനസ്സിലായില്ലേ? നല്ല വയലൻസ് ഉള്ള പടങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സാറ് ഇവിടെ ഇനിയും വയലൻസ് ഉള്ള പടങ്ങൾ വേണ്ട, കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പടം ഇപ്പം OTT-യിലാണെങ്കിൽ പോലും കാണാൻ പറ്റരുത്, അങ്ങനത്തെ ഒരു നിയമം സാറ് കൊണ്ടുപോവാ. മനസ്സിലായില്ലേ?
അല്ലാതെ ഒരു സിനിമ, മലയാളത്തിലെ ഒരു സിനിമ ഇത്രയും നല്ല രീതിയിൽ ഓടി അന്യഭാഷാ ചിത്രങ്ങളെയൊക്കെ എന്താണ് അടിച്ച് താത്തി എന്നിട്ട് ഉദിച്ചോണ്ടിരിക്കുക, മറ്റേ പൊങ്ങിക്കൊണ്ടിരിക്കുക പടം. ആ സമയത്ത് ഒരു മലയാളിയല്ലേ അങ്ങ്, ഒരു മലയാളം സിനിമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഇതിന്റെ പ്രത്യേക കഥാതന്തുക്കളൊന്നുമില്ല. ഈ വയലൻസ് കാണിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന് മാത്രമേ പറയാനൊക്കുള്ളൂ. നമ്മളെ ഏറ്റവും ക്രൂരമായി മതിക്കുന്ന ചില രംഗങ്ങളുണ്ട്. സ്വർണ്ണ വ്യാപാരമുണ്ട്, ഡ്രഗ്സ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഇന്ത്യൻ സിനിമയിൽ എങ്ങനെയാണ് എ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടിയെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് കൊടുത്തു. സെൻസർ ബോർഡിലെ ഏത് അംഗങ്ങളാണ് ഈ സിനിമ കണ്ടത്? അവർക്ക് ഇന്ത്യയുടെ ഭരണഘടന അറിയത്തില്ല, ഇന്ത്യയുടെ പുതിയ BNS നിയമങ്ങൾ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ IPC CRPC എവിഡൻസ് ആക്ട് അറിഞ്ഞുകൂടാ. ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ കാണിക്കുന്ന ഈ രംഗങ്ങൾ ചിത്രീകരിക്കുക, അത് കണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സെൻസർ ബോർഡ് തീർച്ചയായിട്ടും ഇത് റിവ്യൂ ചെയ്യണം, ഇത് എത്രയും പെട്ടെന്ന് നിരോധിക്കണം. ഇതിനകത്ത് രാജ്യത്തിന്റെ ഈ വയലൻസ് വിറ്റ് കാശാക്കിയ പണം തിരിച്ചു പിടിക്കണം. ആ പണം മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യണം. ഇതിനകത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 വയലേഷൻ കൃത്യമാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും ഹ്യൂമൻ സേഫ്റ്റിക്കും റൈറ്റ് ടു ലൈഫിനും എതിരായിട്ടുള്ള ചിത്രീകരണമാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ 21 വയലേഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 17 വയലേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. കുടുംബ ഭദ്രതയ്ക്ക്, ഇന്ത്യയുടെ കുടുംബ ഭദ്രതയ്ക്ക്, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ അവർക്കെതിരായിട്ടും അവരുടെ പ്രൈവസിക്ക് എതിരായിട്ടും ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 17 ഒക്കെ ഒരു വയലേഷൻ ഈ പടത്തിലുണ്ട് എന്നാണ് സാറ് പറയുന്നത്. സാർ, അങ്ങനെയൊക്കെ ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല, എന്നെക്കാട്ടിലും കൂടുതൽ നിയമപരമായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞത് ഇല്ലാത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കോടതി നേരിട്ട്, ഇവിടെ പല കേസിലും കോടതി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്തിനധികം പറയുന്നു, സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അയാള് കാണിച്ചൊരു പരിപാടി ജസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു സാധനമാണ്. അത് കണ്ടിട്ട് നേരിട്ട് കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ റിലീസായി ഇത്രയും ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നു, പുറത്തേക്കൊക്കെ പോകുന്നു. അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരു വയലേഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കോടതി ഡയറക്റ്റ് ഇടപെടില്ലേ? അത് അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ സെൻസർ ബോർഡിനെ നിങ്ങൾ കുറ്റം പറയുന്നു. രണ്ട് പ്രാവശ്യമാണ് സെൻസർ ബോർഡ് ഈ പടത്തിനെ കട്ട് ചെയ്തത്, മുറിച്ച് കളഞ്ഞത്. മനസ്സിലായില്ല? ഏകദേശം 8 മിനിറ്റോളം കളഞ്ഞിട്ടുണ്ട്. ഭയങ്കര ക്രൂരമായിട്ടുള്ള വയലൻസും കാര്യങ്ങളും ഒക്കെ. പിന്നെയും എങ്ങനെ നിങ്ങൾക്ക് സെൻസർ ബോർഡിനെ കുറ്റം പറയാൻ പറ്റും? എല്ലാം അവർ നോക്കിയിട്ടായിരിക്കുമല്ലോ ഇറക്കിയിരിക്കുന്നത്. അതല്ലാതെ അവിടെ ഇരിക്കുന്നവർ മണ്ടന്മാരൊന്നും അല്ലല്ലോ സാറേ. എന്ന് വെച്ചിട്ട് സാറിനെ ഞാൻ മണ്ടനാക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ നേരിട്ട് കോടതിയിലേക്ക് ചെല്ലുന്നേ, എന്നിട്ടൊരു കേസ് കൊടുക്കുക. ഇത് നമ്മുടെ ചാനലിനകത്തൂടെ നമുക്ക് വീഡിയോ ആയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിനിമയെ നമ്മൾ ഇല്ലാതെ ആക്കരുത്. ഇത് ഞാൻ നേരത്തോട്ട് ഈ ഒരു മാർക്കോടെ വിഷയം വരുമ്പോൾ പറയുന്നതാണ്. മൊത്തത്തിലൊരു ഒരു സിനിമയെ ഇല്ലാതാക്കുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസറിനും അതിനകത്ത് അഭിനയിച്ച നടന് മാത്രമല്ലോടോ നഷ്ടം. അതിനകത്ത് വർക്ക് ചെയ്ത് ഒരുപാട്, ഇപ്പൊ അതിനകത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അതൊരു നഷ്ടമാവും. ചിലപ്പോൾ ഈ സിനിമ ഒരുപാട് കളക്ഷൻ നേടി കഴിയുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവർക്കും ചെറിയ ചെറിയ എമൗണ്ട് എക്സ്ട്രാ ചിലപ്പോൾ കൊടുത്തേക്കും. അതൊക്കെ എന്തിനാ നമ്മൾ കാരണം ഇല്ലാതാക്കുന്നത്? സോ അങ്ങനെയുള്ള പരിപാടികൾ ആവശ്യമുള്ളവർ പോയി കാണുന്നുണ്ട്. പിന്നെ ഇത് മലയാളത്തിലെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരുപാട് ഭാഷയിൽ വേറെ വേറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്തെ വയലേഷനും പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ട്. അതൊക്കെ സാറൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ പാരമ്പര്യത്തിനെതിരായിട്ടാണ് ആർട്ടിക്കിൾ 17 വയലേഷൻ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് സാറ് പറയുന്നത് ആർട്ടിക്കിൾ 17 നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ ഇല്ലാതാക്കുന്ന, എനിക്കറിയത്തില്ല പാരമ്പര്യത്തെയൊക്കെ ഇല്ലാതാക്കുന്ന എന്താണ് ഈ പടത്തിനകത്ത് ഉള്ളത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ കേട്ടോ. ഞാൻ അങ്ങനെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഈ സിനിമയിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അങ്ങനൊന്നും കണ്ടില്ല. നിങ്ങൾ പറ, ഈ അടുത്ത് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങി ഫുള്ള് തലയിൽ ഓടുന്ന ആൾക്കാർ ഒന്ന് താഴെ കമന്റ് ചെയ്യും. ഇനി നമ്മുടെ ജഗദീഷ് ഏട്ടൻ, ഓൾറെഡി നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും, നമ്മുടെ ജഗദീഷ് ഏട്ടൻ ഈ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഇത് ഓൾറെഡി പുള്ളി നേരത്തെ പറഞ്ഞു വെച്ചതാണ്, ഞാൻ തന്നെ ഇത് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇദ്ദേഹം ഇത്രയും പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വയലൻസ് ഒക്കെ ഭയങ്കരം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സാർ ഇത്രയും പറയുമ്പോഴത്തേക്ക് ജഗദീഷ് ഏട്ടൻ പറഞ്ഞു വെച്ചതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം.
കാരണവശാലും ഇത് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമല്ല. ഞാൻ ആദ്യമേ തന്നെ എന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സിന് താഴെയുള്ളവർ ഒരു കാരണവശാലും ഈ ചിത്രം കാണാൻ വരരുതെന്ന്. ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്യും. ഞാൻ ബേസിക്കലി വയലൻസിന് എതിരായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത് കഥ ആണ് ഇതിന്റെ ഈ വയലൻസിനുള്ള ജസ്റ്റിഫിക്കേഷൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ രീതിയിൽ കലാസൃഷ്ടി എന്ന രീതിയിലാണ് ഇത്രയധികം വിജയിച്ചിട്ടുള്ളത്. ഇതില് ഒറിജിനൽ ബ്ലഡ് വീണിട്ടില്ല, ഒരു വയലൻസും ഇല്ല. ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ആരെയും കൊന്നിട്ടില്ല, ആരെയും മർദ്ദിച്ചിട്ടില്ല. അപ്പൊ മർദ്ദിച്ചു എന്ന് തോന്നുകയാണ്, അത് അഭിനയിക്കുകയാണ്. കൊന്നു എന്ന് തോന്നുകയാണ്, മരിച്ചു എന്ന് തോന്നുകയാണ്. ആ തോന്നിപ്പിക്കലാണ് കലാസൃഷ്ടി. അത്രയേ ഉള്ളൂ. ഒരു കലാസൃഷ്ടിയാണത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ കാണാൻ പറ്റാത്തത് സിനിമ കാണുന്ന ആളുകളുടെ കുഴപ്പമാണ്. മനസ്സിലായില്ലേ? ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു സിനിമ. ഈ ഒരു സിനിമ കണ്ടതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലെ കുറെ തെണ്ടികൾ മറ്റേ കൊലപാതകമായിട്ട് ഇറക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു സിനിമ കണ്ടുകൊണ്ട് മാത്രമല്ല ഒരാൾ ക്രിമിനൽ ഒന്നും ആവുന്നത്. ഒരു ക്രിമിനൽ ആവാനുള്ള മെന്റാലിറ്റി അവനുണ്ടെങ്കിൽ മലയാള സിനിമയൊന്നും കാണണ്ട. ഇവിടെ ഇഷ്ടം പോലെ അന്യഭാഷാ ചിത്രങ്ങളുണ്ട് അവനൊരു ക്രിമിനൽ ആവണമെങ്കിൽ. അതുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ഈ ഒരു ഉണ്ണിമൂതൻ സിനിമയെ മാത്രം വെച്ച് ദൈവത്തെ ഓർത്ത് സാറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. മറ്റേ സിനിമയാണ്, മറിച്ച സിനിമയാണ്, വയലൻസിന്റെ കൂടാരമാണ്. വയലൻസ് ഇനി പടം OTT ഇറങ്ങുമ്പോഴായിരിക്കും ബാക്കിയുള്ള വയലൻസ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ അപ്പുറമാണെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരു കുഞ്ഞു സാധനം കൂടെ. ഇനി ഈ ജോർജ് ജോസഫ് സാറിനെ പറ്റി വേറെ നമ്മുടെ അണ്ണം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോ. മൊത്തം ഞാൻ കേൾപ്പിക്കുന്നില്ല, കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗമെങ്കിലും നിങ്ങൾ കേൾക്കും. ചോക്കൂ, ഒരു ന്യായാധിപ സത്യസന്ധമായി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളിനെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ മലയാളിയുടെ മുന്നിൽ എങ്ങനെയെല്ലാം അപഹസിക്കാമോ? അതിനെല്ലാം ഈ പറയുന്ന മുൻ DSPയും അയാൾ SP എന്നൊക്കെ പറയും, മുൻ DYSP കാക്കിയിട്ടിരുന്ന കാലത്ത് ഒരുപാട് കേസുകളിൽ പ്രതിഭാഗം ആയിട്ട് കോടതിയിലെ കൂട്ടിക്കയറി നിൽക്കേണ്ടി വന്ന ആളാണ്. ഞാനൊരു ലൈവ് ചർച്ചയിൽ ഞാൻ അത് പച്ചയ്ക്ക് പറഞ്ഞു. നിങ്ങൾക്ക് കമ്പം തേനി ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അവിഹിതമായി എത്ര സ്വത്തുണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചു ഒരു ചാനൽ ചർച്ച, മനോരമയിലാണെന്നു. അപ്പൊ ഇയാള് അതിനെന്തൊക്കെ മറുപടി പറഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ, വാർത്ത കഴിഞ്ഞപ്പോൾ ഇയാൾ ചാടി ഒഴിച്ചൊരു ഗ്ലാസ് കയ്യിലെടുത്തു, കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിരുന്ന ഗ്ലാസ്, എന്നെ എറിയാനായിട്ട്. ഞാൻ റെഡിയായിട്ട് നിന്ന് എന്തെന്നറിയാം, ഇയാൾ എറിയുന്നത് ഞാൻ കുനിഞ്ഞു കൊടുക്കും, ഗ്ലാസ് പോയി മലയാള മനോരമയുടെ ക്യാമറയുടെ ലെൻസിൽ കൊണ്ട് പൊട്ടിത്തെറിക്കണം. മനോരമയ്ക്ക് ഇത്രയും വേണമെന്ന് എനിക്ക് തോന്നി. പൈസ അയാളിൽ നിന്ന് വാങ്ങിക്കാനല്ലേ ഉള്ളൂ, എൻ്റെ നല്ലല്ലോ വാങ്ങിക്കാം. ഞാൻ അയാളുടെ പറഞ്ഞത്, നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോ ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ആണോ? താ എന്നെ ഒരു പുല്ലും ചെയ്യില്ല, താ റിട്ടയർഡായ ഒരു പോലീസുകാരന് ചുണയുണ്ടെങ്കിൽ എന്റെ ദേഹത്തോടെന്ന് പറഞ്ഞു. തൊട്ടിരുന്നെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടിയാണ് അയാളെ. ജീവിതകാലം മുഴുവൻ സർവീസിലിരുന്ന് പോക്കൃത്തനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരുത്തൻ ഇപ്പോ യൂട്യൂബ് നടത്തിയിട്ട് പറയണമെന്ന് കേൾക്കാൻ. സുകുമാരക്കുറുപ്പ് ദേഹത്ത് എണ്ണ ഇട്ടിരുന്നോണ്ട് മാത്രം എനിക്ക് പിടിക്കാൻ പറ്റില്ല, ബാക്കി ഞാൻ പിടിച്ച കംപ്ലീറ്റ് കേസ് ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ പൊങ്ങച്ചമടിക്കുന്ന പുളുവടിക്കുന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, എനിക്ക് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ റിട്ടയറായ ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. അത് കൊല്ലത്തും കോഴിക്കോട്ടും ഒക്കെ ഒരുപാട് പേരുണ്ട് എനിക്ക് സൗഹൃദമുണ്ട്. ഞാൻ അവരുടെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് കേൾക്കാൻ, ഇയാൾ സർവീസിൽ ഇരുന്നപ്പോൾ കാണിച്ചിട്ടുള്ള കുഴപ്പങ്ങൾ. പക്ഷെ അയാൾ പറയുന്നത് എനിക്ക് ആകെ പിടിക്കാൻ പറ്റാതെ പോയത് ആ സുകുമാരക്കുറുപ്പിന് മാത്രമാണ്. അയാൾ ദേഹം മുഴുവൻ നല്ലെണ്ണ ഇട്ടിരുന്നു, അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല, വഴുതി കളഞ്ഞു. സുകുമാരക്കുറുപ്പ് നല്ലെണ്ണ ഇട്ടോണ്ടാണോ അണ്ണാ പിടിക്കാൻ പറ്റാഞ്ഞ? അതോ കരിയോയിലായിരുന്നു അണ്ണാ? അപ്പൊ എന്താണെങ്കിലും കേട്ടല്ലോ, ഈ പറയുന്ന വ്യക്തിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും സോ വോട്ടെവർ, ഞാൻ പറയുന്നതല്ല, വേറൊരാൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തെ പറ്റി. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അണ്ണനെ പറ്റി ഇങ്ങനെയുള്ള കഥകളും ഒക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ണൻ കൂടുതൽ ഇവിടെ ഒരു സിനിമ ഇറങ്ങിയപ്പം അതിനെ മറ്റേ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാനൊന്നും ശ്രമിക്കല്ലേ. ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് ആ സിനിമയില്. അത് ഇവിടെ ഇത്രയും ദിവസം ഓടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി പോലും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ ഞാനും ഒക്കെ വിചാരിച്ചായിരുന്നു ഇറങ്ങി 3-ാം ദിവസം കോടതി നിന്നൊക്കെ എന്തെങ്കിലും വരും. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി തന്നെ, ഒരു വഴിയിലൂടെ തന്നെയാണ് ആ സിനിമ ഇവിടെ റിലീസ് ആയിരിക്കുന്നത്. കൂടുതൽ ഇനി നമ്മൾ മറ്റേ കുത്തി പ്രശ്നങ്ങളൊന്നും കണ്ടുപിടിച്ച് ഇറക്കി ആ ഒരു സിനിമയെ ഇല്ലാതാക്കാൻ നോക്കണ്ട. ഓടിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയുടെ വേറൊരു നമ്മുടെ മഞ്ഞുമ്മൽ വന്നപ്പം ഗതി മാറ്റി എന്നൊക്കെ പറഞ്ഞു, ഇത് അതേപോലെ വേറൊരു ഗതി മാറ്റി. അത് മര്യാദയ്ക്ക് ഓടി ഉണ്ണിമൂതൻ എന്ന സ്റ്റാറും വളരട്ടെ, അതിന്റെ സംവിധായകനും നിർമ്മാതാക്കളും എല്ലാവരും വളരട്ടെ അങ്ങോട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയൊക്കെ ഉള്ള എനിക്ക് പറയാനായിട്ട്. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതി ഇതുപോലുള്ള ചേട്ടന്മാരെയൊക്കെ എന്താ പറയേണ്ടതെന്ന്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റും അങ്ങോട്ട് ഇടുക.